3 വർഷങ്ങൾക്കിപ്പുറം 30 മിനിറ്റ് അവർ ഒരുമിച്ചിരുന്നു. എന്നാൽ ആ 30 മിനിറ്റ് മറ്റൊരാളെ പുറത്തു നിർത്തേണ്ടി വന്നു ജനനായകന്. പിന്നീട് നടന്നത് എന്താണെന്ന് ഇതുവരെ പുറം ലോകത്തിനറിയില്ല. മാധ്യമങ്ങളുടെ കണ്ണുകളിൽ പെടാതെ അതിലൊരു നേതാവ് ഗേറ്റിന് പിന്നിലൂടെ ഓടി ഒളിച്ച് കാറിൽ കയറുകയാണുണ്ടായത്. ആ കാഴ്ച മാത്രമാണ് മാധ്യമങ്ങളുടെ ഒളിക്യാമറകൾക്ക് പോലും കിട്ടിയത്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ മൊത്തത്തിൽ ചൂടുപിടിപ്പിച്ച് കഴിഞ്ഞ ദിവസം നടന്ന തരൂർ രാഹുൽ കൂടിക്കാഴ്ചയെക്കുറിച്ചാണ് പറയുന്നത്. 3 വർഷമായി തരൂർ രാഹുലിനെ കാണാനായി ശ്രമിക്കുന്നു, പക്ഷേ നടന്നില്ല. ഒടുക്കം ഒരു ലേഖന വിവാദത്തിൽപ്പെട്ട് രാഹുൽ തരൂരിനെ സോണിയയ്ക്ക് മുന്നിലേക്ക് എത്തിക്കുമ്പോൾ തരൂരിന് ഒരേ ഒരു നിർബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് രാഹുലിന്റെ വലതും ഇടതും മുൻപിലും പിറകിലുമൊക്കെയായി നിലയുറപ്പിക്കുന്ന KC വേണുഗോപാലിനെ തന്നെ പുറത്താക്കുക. സംസാരിക്കാനുള്ളത് രാഹുലിനോട് മാത്രമാണ് എന്ന് തീർത്തു പറഞ്ഞപ്പോൾ രാഹുൽ KCയെ പുറത്തേക്കെറിയുകയാണുണ്ടായത്. രാഹുലുമായുള്ള കൂടിക്കാഴ്ചയിൽ എല്ലാം ശുഭം എന്നായിരുന്നു കേരളത്തിലെ സകല നേതാക്കളും കരുതിയത് എങ്കിൽ തെറ്റി. മഞ്ഞുരുകിയില്ല എന്ന് തന്നെയാണ് ഇന്നിതുവരെ വന്ന എല്ലാ വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും KC വേണുഗോപാലിനെ പുറത്തു നിർത്തുക എന്നത് ശ്രദ്ധേയമായതും അതീവ ഗൗരവമുള്ളതുമായ ഒരു കാര്യമാണ്. അതിനുശേഷം മാത്രമാണ് രാഹുൽ തരൂർ കൂടിക്കാഴ്ച നടന്നത്. കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രി പദത്തിലേക്ക് വരെ ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് KC വേണുഗോപാലിൻ്റെത്. പക്ഷേ സോണിയയുടെ വസതിയിൽ ഉണ്ടായിരുന്നിട്ട് കൂടി പുറത്തു നിൽക്കേണ്ടി വരികയാണ് ഒടുക്കം AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്. അതുകൊണ്ട് തന്നെ ഒന്നും കാണാതെയോ ഒന്നും കണക്കാക്കാതെയോ അല്ല തരൂർ ഒരു ലേഖനം എഴുതിയത്. ഒന്നും പഠിക്കാതെ കാര്യവിവരങ്ങൾ മുഴുവൻ അന്വേഷിക്കാതെയാണ് തരൂർ ഇത്തരമൊരു ലേഖനം എഴുതിയത് എന്നാണ് KC മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത്. ഇംഗ്ലീഷ് ആയതുകൊണ്ട് CPMന് മനസ്സിലാകാത്തതാണ് എന്നൊക്കെയാണ് കോൺഗ്രസിന്റെ വാദം. ഇത്തരത്തിൽ കാര്യങ്ങൾ പുരോഗമിക്കുന്നതിനിടയിൽ BJP തക്കം പാർത്തിരിക്കുകയാണ്. മറ്റൊന്നിനുമല്ല, എരുതിയിൽ എണ്ണയൊഴിക്കുക എന്നത് മാത്രമാണ് അവരുടെ ഉദ്ദേശം.